ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്ത്യൻ വ്ളോഗർ ബിജി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എനിക്കിതുപോലെ വേറൊരു ബിജീസ് കിച്ചൺ കുക്കിംഗ് ചാനലും ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. ഇനി നമുക്ക് വ്ളോഗിലോട്ട് പോകാമേ. എല്ലാവരും കണ്ടതിന് ശേഷം കമൻ്റ് ഇടണം. നിങ്ങളുടെ സപ്പോർട്ടും വളരെ ആവശ്യമാണ്. ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വ്ളോഗ്, ഉച്ചക്കത്തെ ലഞ്ചിന് ഞാൻ മോരുകറി, പടവലങ്ങയും ചെറുപയറും ഇട്ടൊരു തോരൻ ഉണ്ടാക്കുന്നത്. എന്നോട് എല്ലാവരും പറഞ്ഞു ഉണ്ടാക്കുന്ന റെസിപ്പികളുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറയണമെന്ന്. ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന മെത്തേഡ് ഞാൻ പെട്ടെന്ന് കാണിക്കും, പക്ഷെ ആ മെത്തേഡ് ഒന്ന് ഞാൻ പറയാം, എന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത്. മൊത്തം ഞാനിങ്ങനെ ഉണ്ടാക്കുന്ന ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ബോറായിട്ട് തോന്നും. പിന്നെ എന്നോട് പലരും പറഞ്ഞു, ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ. എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കുന്നത് ഈ രാവിലെ മോനെ സ്കൂളിലൊക്കെ വിടുന്ന സമയത്ത് ഒത്തിരി ബിസിയാ. പിന്നെ എന്നെ കഴിയുന്നത് ഞാൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ എങ്ങനെയും ഇൻക്ലൂഡ് ചെയ്യാം ഇടയ്ക്കൊക്കെ. അതുപോലെ നിങ്ങൾ എനിക്ക് ഒത്തിരി സപ്പോർട്ട് തരുന്നുണ്ട്. നിങ്ങളുടെ കമന്റ് വായിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. വീണ്ടും നിങ്ങളുടെ ഈ സഹകരണം എനിക്ക് വളരെ ആവശ്യമാണ്. ഇനി നമുക്ക് ലഞ്ചിന് ഉണ്ടാക്കാൻ പോവാം. ഞാൻ ചോറ് അടപ്പത്തിട്ടിട്ടുണ്ട്. മോരുകറിയും കാച്ചണം, ഇതുണ്ടാക്കണം. ഞാനിവിടെ കുക്കറിൽ 1/2 കപ്പ് ചെറുപയർ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ചെറുപയർ വെന്തതിന് ശേഷം നമ്മൾ പടവലങ്ങ ഇടുന്നത്. അതുപോലെ പടവലങ്ങ ഞാൻ ഇന്നലെ വൈകിട്ട് അങ്ങ് അരിഞ്ഞു വെച്ച്, കാരണം വൈകിട്ട് സമയം കിട്ടുമ്പോൾ ഞാൻ ഈ തോരനുള്ള അരിഞ്ഞു വെക്കും, തേങ്ങ തിരിഞ്ഞു വെക്കും. എന്നാൽ രാവിലെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ആ പയറ് വേവുന്ന നേരം കൊണ്ട് എനിക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്, അതങ്ങ് കഴുകിയെടുക്കാം. അതുകൊണ്ട് ഇത്രയും പാത്രങ്ങളുണ്ട്. നേരത്തെ ഞാൻ പാത്രം കഴുകാനും തറ തുടയ്ക്കാനെല്ലാം ബായിയായിരുന്നു വെച്ചിരുന്നത്. ഇപ്പൊ ഞാൻ അതെല്ലാം മാറ്റി ഞാൻ തന്നെ എല്ലാം ചെയ്യുന്നത്. ഈ പാത്രങ്ങൾ കഴുകിയിട്ട് ഞാൻ വീണ്ടും വരാം. ഇനി കുറച്ചു നേരം ഈ പാത്രങ്ങളൊക്കെ കഴുകാൻ കുറച്ച് സമയം എടുക്കും. പാത്രങ്ങളെല്ലാം കഴുകി ഇവിടെ ജാലിക്കകത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പയർ ഒരു വിസിൽ വന്ന് ഞാനത് നിർത്തിയിടാൻ പോവാ. ഇടുമ്പം പടവലങ്ങാത്തോരന് വേണ്ടി ആ പയർ വെന്തിട്ടുണ്ട്. ഞാൻ ഇത്രയും തേങ്ങ എടുത്തിട്ടുള്ളൂ. ഈ പയറും കൂടെ ചേർക്കുന്നത് കൊണ്ട് നമുക്കിതില് തേങ്ങ കുറച്ച് മതി. രണ്ട് പച്ചമുളക്, എരിവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഈ ഒരു സവാള, പിന്നെ 2 കറിവേപ്പിലയും വേണം. കറിവേപ്പിലയൊക്കെ ഞാൻ ഒന്ന് കഴുകി വെച്ചതാ. ഇവിടെ മോര് കാച്ചാനായിട്ട് ഞാൻ മോര് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 2 പച്ചമുളക് ഇടുന്നുണ്ട്. ഇതുപോലൊരു സവാള ഇടുന്നുണ്ട്. ഇതിന്റെ പകുതി ഇഞ്ചി മതി. ഒരു 3-4 ചുള വെളുത്തുള്ളി.
ഇപ്പൊ എല്ലാം അരിഞ്ഞിട്ടുണ്ട്. ആ ഉള്ളിയുടെ മുക്കാലേ ഞാൻ എടുത്തുള്ളൂ, ബാക്കി ഇത്രയുണ്ട്. ഇഞ്ചിയും ഇത്രയും ബാക്കിയുണ്ട്. നല്ല വിളഞ്ഞ ഇഞ്ചി ആയിട്ട് ഞാൻ കുറച്ച് എടുത്തുള്ളൂ. പിന്നെ 2-3 വറ്റൽമുളക് കൊടുത്തിട്ടുണ്ട്. ഉച്ചയൂണൊക്കെ റെഡിയായി. പക്ഷെ 1:30 ഇപ്പം. മക്കൾക്ക് ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ സമയം കൊണ്ട് എന്നാ തുണി രാവിലെ വാഷിങ് ചെയ്ത് കുറേ ഉണ്ട്, അത് പിരിക്കാൻ വെച്ച് അതെല്ലാം ഞാനിവിടെ റൂമിൻ്റെ അകത്താ വിരിക്കുന്നത് ആങ്കറയിൽ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് കാണാം. ഇപ്പൊ ഇത്രയും ഇവിടെ തുണികൾ ഞാൻ വിരിച്ചിട്ട് ബാക്കിയുള്ളത് അങ്ങേ മുറിയിൽ ഇതുപോലെ ഇടും. ഓൾറെഡി ഡെയിലി കഴുകണം. മോൻ കളിക്കാൻ പോവാണെങ്കിൽ ഡെയിലി 1-2 ഡ്രസ്സ് മാറും. കൊച്ചവനാണെങ്കിൽ തോന്നുമ്പോൾ എടുത്ത് പോയിടും. അതാ ഇങ്ങനെ ഇത്രയും കൂടുന്നത്. തുണികൾ വിരിച്ചു കഴിഞ്ഞ് ഇനി കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ പോവാ. ഇവന്റെ ഫേവറേറ്റാ ഈ കൂട്ടാൻ. വേസ്റ്റ് പാത്രം തരാം. വേസ്റ്റ് ഇതിലിടണേ. വീട്ടിളക്കുവന്നോ കുട്ടാ? മൊത്തം വീട്ടിളക്കാതെ. ഫസ്റ്റ് കാണിയേക്കാം. അങ്ങനെ ഫസ്റ്റ് വേണ്ട, മക്കൾ പതുക്കെ കഴിച്ചാൽ മതി. ഇന്നലെ വന്ന പാലപ്പത്തിന്റെ റെസിപ്പിയുടെ കമന്റിന് ഇതുവരെ ഞാൻ മറുപടി കൊടുത്തില്ല. ഇന്ന് ഇത്തിരി ബിസി ആയിരുന്നു. ഇനി ഉച്ചയ്ക്കൊക്കെ ഇതെല്ലാം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ കഴിപ്പും എൻ്റെ കഴിപ്പും പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം കൊച്ചുമോനെ ഉറക്കാൻ പോകുന്ന സമയത്ത് കമന്റുകളുടെ റിപ്ലൈ എല്ലാം കൊടുക്കണം. അവൻ ഉറങ്ങുന്ന ഇഷ്ടേ അല്ല, അവൻ ഉറങ്ങത്തില്ല. ഇല്ല, ഉറക്കത്തില്ല. അപ്പോൾ ഉറങ്ങിക്കോളൂ. മൂത്ത മോൻ്റെ കഴിപ്പ് കഴിഞ്ഞ് അവൻ ഇന്ന് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്.
ഇവനും മതിയായത്, അവനിരുന്ന് കളിക്കുക. മതിയോ മക്കളെ? കളിക്കണ്ട, അവനും മതിയായി. ഇപ്പൊ എന്റെ ഗ്യാസ് എല്ലാം തുടച്ച് പാത്രങ്ങളെല്ലാം കഴുകി വാഷ് ബേസിനൊക്കെ ക്ലീൻ ആക്കി. ഇപ്പൊ സമയം 3 മണിയായി. ഇനി ഇപ്പൊ ഞാൻ ഇച്ചിരി നേരം അവനെ കൊണ്ട് കയറിപ്പോ അവന് കിടക്കുന്നതേ ഇഷ്ടമല്ല. പക്ഷെ ഞാൻ രാവിലെ തുടങ്ങുന്ന ജോലിയാണ്. ഇതിൽ കാണിക്കാത്തതും ജോലികൾ ഇതിലുണ്ട്. രാവിലെ തുടങ്ങുന്ന ജോലി ഇതുവരെ എൻ്റെ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ കുഞ്ഞുങ്ങളുടെയും കൂടെ പുറകെ ഓടുമ്പം ഈ ചെയ്യുന്നതിനേക്കാൾ ഡബിൾ സമയം അവരുടെ പുറകെ പോകുന്നത്. അമ്മ എന്നെ ഇവൻ ചെയ്തു അവന്റെ പുറകെ പോയി. അവരുടെ കളികൾ നിങ്ങൾ കണ്ടാൽ ചിലപ്പം പോയി ഇങ്ങനെയും കളികളുണ്ടോന്ന്. അത് ഞാൻ ചിലതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ ഇടയ്ക്ക് കാണിക്കാം. വല്ലാത്ത രീതിയിലുള്ള കളികളാണ് ഇവരുടെ കളികൾ. എപ്പോഴും നമ്മുടെ ഒരു കണ്ണ് ഇവരുടെ മേല് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്കും. ഇപ്പൊ ഞാനിവനെ കിടക്കാനായിട്ട് കൊണ്ടുവന്നുണ്ട്. ഞാൻ അടുക്കളയിലായിരുന്ന സമയത്ത് അവൻ താണ്ട് ഒരു ബോട്ടിൽ വെള്ളം ഈ മെത്തക്കകത്തും ഷീറ്റിനകത്തും ഒഴിച്ച് ഇനി ആ ഷീറ്റെല്ലാം മാറ്റി ഇനി പുതിയ ഷീറ്റ് ഇടണം. ഈ പിള്ളേർ കാണിക്കുന്ന കുസൃതികൾ ഞാനൊരടി കൊടുക്കുകയും ചെയ്തു, അടിയും കൊടുക്കുകയും. ഇപ്പൊ ഷീറ്റ് മാറിയിട്ടുണ്ട്. ഇനി ഇച്ചിരി നേരം ഇത് ഇപ്പം മണി 3:30 എന്തായാലും ഞാനൊന്ന് ഇച്ചിരി റെസ്റ്റ് എടുക്കാൻ പോവാ. എന്താ പ്രൈസൻ? ബ്യൂട്ടിഫുള്ളാ? ബ്യൂട്ടിഫുൾ കളറേ? അച്ഛാ ഒന്ന് കിടന്നിട്ടൊക്കെ ഞാൻ എണീറ്റു. ഇപ്പൊ 5:30 കൊച്ചുമോൻ എണീറ്റില്ല. ഞാനൊരു കോഫി കുടിക്കാൻ പോവാ. ഞാൻ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഇത്ര ഒരു കഷ്ണം ചുരക്കി എടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം, ഒരു ക്യാരറ്റ്, 2 ടൊമാറ്റോ, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതെല്ലാം കൂടെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കുക്കറിൻ്റെ അകത്തിട്ട് വേവിക്കുക. അതിൻ്റെ അകത്ത് 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വേണമെങ്കിൽ 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ. ഇത് ഒരു വിസിൽ അടിച്ചതിന് ശേഷം തണുത്തതിന് ശേഷം മിക്സിയിൽ അരച്ച് പിന്നെ 1-2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കുടിച്ചാൽ മതി, ഉപ്പും ചേർത്ത്. ഇപ്പം രാത്രിത്തെ എല്ലാവരുടെയും ഭക്ഷണം കഴിഞ്ഞ് എൻ്റെ കിച്ചൻ്റെ ക്ലീനിങ്ങും കഴിഞ്ഞ് ഗ്യാസൊക്കെ തുടച്ച് പാത്രങ്ങൾ വീണ്ടും എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുക. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.